നമസ്കാരം. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം മനോരമയുടെ തലക്കെട്ട് വായിക്കുമ്പോഴാണ് കേരളത്തിലെ പല റേഷൻ കടകളും നിർത്താൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത മനോരമ കേരള സർക്കാരിനെതിരെ എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവരുന്നത്. നമ്മളത് വായിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മുടെ സുഹൃത്ത് സുശീൽ കുമാർ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നത്. ബിജു, അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ട്, അവരുടെ ഒരു നിയമം കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് കേരളം അതിൽ മുന്നോട്ട് പോയത്. അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും നിന്നു പോകേണ്ടതാണ് എന്ന് പറയുമായിരുന്നു. അപ്പോഴാണ് ആ വസ്തുതകളെ അന്വേഷിച്ച് പോകാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെയാണെങ്കിൽ മനോരമയോട് മറുപടി പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പോലെ എന്താ പറയുക, വെള്ളത്തിൽ ഇത് എന്തെങ്കിലും കലക്കാന്ന് പറഞ്ഞ പോലെയാണ്. ഒരു കാര്യമില്ല, കടലിൽ എന്തെങ്കിലും കലക്കുക ഒരു കാര്യമില്ല. പക്ഷെ എന്തായാലും അത് നമുക്കൊന്ന് അറിയണം. ഒന്ന് പറഞ്ഞു നോക്കൂ, അത് എന്താണ് അതിന്റെ വസ്തുത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമ്മുടെ റേഷൻ സംവിധാനത്തിന് നിർത്തലാക്കാനും അതിൻ്റെ ഇനി അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നതുമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സർക്കാരുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്, കേന്ദ്ര സർക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കേന്ദ്രമാണ് നമുക്ക് അരി സംഭരിച്ച് വിതരണം ചെയ്യുന്നത്. ആ അരി സംഭരിച്ച് വിതരണം ചെയ്യുന്നത് 1960-കളിൽ ഉണ്ടായിരുന്ന വലിയ ക്ഷാമത്തെ തുടർന്ന് സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സംവിധാനം ആരംഭിക്കണമെന്ന് പാർലമെൻറ്റിൽ AKG അടക്കമുള്ള ആളുകൾ നടത്തിയ സമരത്തെ തുടർന്നാണ് ഇപ്പോൾ നമ്മൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സംവിധാനം നിലവിൽ വന്നത്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് നാണ്യവിളകളാണ്. റബ്ബർ, ഏലം, ചുക്ക്, കുരുമുളക്, നാളികേരം തുടങ്ങിയിട്ടുള്ള നാണ്യവിളകളാണ് കേരളം ഉൽപ്പാദിപ്പിക്കുന്നതെന്നും ആ നാണ്യവിളകൾ കയറ്റുമതി ചെയ്ത് അതിൽ നിന്നുള്ള വരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഖജനാവിലേക്ക് എത്തിച്ചേരുന്നുണ്ടെന്നും എന്നാൽ കേരളീയർ ആഹാരമായി കഴിക്കുന്നത് അരിയാണെന്നും ആ അരിക്ക് കേരളത്തിൽ ക്ഷാമമാണ് എന്നും അതുകൊണ്ട് കേരളത്തിന് അരി നൽകാൻ കേന്ദ്രം ബാധ്യസ്ഥമാണെന്നും AKG അടക്കമുള്ളവർ പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ള ഇടപെടലിനെ തുടർന്നും അദ്ദേഹം പ്രഖ്യാപിച്ച ഒരു സമരത്തെ തുടർന്നുമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സംവിധാനം, എങ്ങനെയാണ് സ്റ്റാറ്റ്യൂട്ടറി റേഷൻ എന്നുള്ള സംവിധാനം ഉണ്ടാകുന്നത്? അതെ അതെ AKGയുടെ ഇടപെടലോട് കൂടി വേണമെങ്കിൽ അന്ന് നമ്മൾ അതിനെ കുറച്ച് പറയുന്നില്ല. അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന R ശങ്കർ അടക്കമുള്ള ആളുകളും അതിനുവേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുമ്പോൾ എല്ലാവരെയും പറയണമല്ലോ. പക്ഷെ AKG ആ പാർലമെന്റിനകത്ത് മരണം വരെ നിരാഹാരം പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ആളുകളെല്ലാം 60-കളിൽ അതിൽ ഇടപെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സംവിധാനം എന്ന് പറയുന്നത്. ഏകദേശം ആ 60-64 എല്ലാമുള്ള കാലാവധികൾക്ക് ശേഷമാണ് ഈ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ രാജ്യത്ത് എല്ലായിടത്തു നിന്നും അരി സംഭരിക്കുന്ന സംവിധാനം ഉണ്ടാകുന്നത്. അത് എല്ലാവർക്കും റേഷൻ കൊടുക്കുന്ന സംവിധാനമായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് 1980-കളിലും 90-കളിലും ഒക്കെ വിവിധ രീതികളിൽ അതിനെ മാറ്റി തീർക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെങ്കിലും 2013 ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് കേന്ദ്ര സർക്കാർ പാസാക്കി. ഈ 2013 നിലവിൽ വന്ന ഈ ആക്ട് നടപ്പിലാക്കുന്നത് 2016 ശേഷമാണ് കേരളത്തിൽ. ഈ ആക്ട് നടപ്പിലാക്കിയാൽ നമുക്ക് വൻതോതിൽ റേഷൻ കുറയുമെന്നും നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റേഷൻ സംവിധാനം നമുക്ക് നഷ്ടപ്പെടുമെന്ന് അറിയാവുന്നത് കൊണ്ടിട്ട് നമ്മുടെ കേരളത്തിൽ അത് നടപ്പിലാക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇനി അത് നടപ്പിലാക്കിയില്ലെങ്കിൽ അരി തരില്ല എന്നും ഒരു തരി അരി തരില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞതിനെ തുടർന്ന് 2016 സംസ്ഥാനത്തും ഈ നിയമം പാസാക്കി. ഈ നിയമം വരുന്നതോടുകൂടി കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഭക്ഷ്യസുരക്ഷ എന്ന സംവിധാനം അവസാനിച്ചു. പേര് ഭക്ഷ്യസുരക്ഷ എന്നാണെങ്കിലും അത് അവസാനിച്ചു. അതെ, ഈ നിയമത്തിന്റെ പേര് ഭക്ഷ്യസുരക്ഷ എന്നാണെങ്കിലും കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് മൊത്തം, കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ അരി ഉപയോഗിക്കുന്നവരായതുകൊണ്ടിട്ട് കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് BPLകാർക്കും AAYക്കാർക്കും മാത്രമായി അരി മാറി. അങ്ങനെ അരി മാറിയപ്പോൾ 21 ടണ്ണും 25 മെട്രിക് ടണ്ണും 30 മെട്രിക് ടണ്ണും ഒക്കെ അരി കിട്ടിയിരുന്ന നമുക്ക് ഈ നിയമം പ്രകാരം 14.25 ലക്ഷം മെട്രിക് ടണ്ണായി മാറി. അത്രത്തോളം കുറവൊന്നും. അതെ, നമുക്ക് ഈ നിയമം പ്രകാരം നമുക്ക് പറയുന്നത് 14.25 ലക്ഷം മെട്രിക് ടണ്ണാണ്. നമ്മളെക്കാൾ കുറവ് ജനസംഖ്യയുള്ള ആസാമിന് നമ്മളെക്കാൾ കൂടുതൽ അരിയുണ്ട്.
കേരളത്തിനേക്കാൾ കൂടുതൽ അരി കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്കത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇവിടെ ആസാമിന് 16.95 ലക്ഷം മെട്രിക് ടൺ അരിയാണ് കൊടുക്കുന്നത്. ഈ കേരളത്തിലേക്ക് വരുമ്പോഴോ കേരളത്തിൽ 14.25 ലക്ഷം മെട്രിക് ടൺ ആണ്. അത് 2 ലക്ഷം മെട്രിക് ടണ്ണിൽ അധികം അരി നമ്മളെക്കാൾ കൂടുതൽ ആസാമിന് കൊടുക്കുകയാണ്. എന്നാൽ അവിടെ ജനസംഖ്യ കുറവാണ്. അപ്പോൾ ഈ അവസ്ഥ നമ്മുടെ അരി ഉപയോഗത്തെ ഗണ്യമായി ബാധിക്കുകയും റേഷൻ കടകൾ നിറഞ്ഞിരുന്ന റേഷൻ കടകളിൽ അരി കുറവായി വരികയും BPLകാരുടെ എണ്ണം കാലക്രമത്തിൽ കുറഞ്ഞു വരുന്നതോടുകൂടി അരി ഇല്ലാതായി. ഒരു റേഷൻ കട തുറന്നു വെച്ച് കഴിഞ്ഞാൽ ആ റേഷൻ കടയിൽ 1000 കിലോ അരി ഒരു ദിവസം വിറ്റിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വിൽക്കുന്നത് 100 കിലോ അരിയിൽ താഴെയാണ്. ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരുന്നതോടുകൂടി അങ്ങനെ ഒരു റേഷൻ സംവിധാനം എന്തിന് എന്ന ചോദ്യം വരും. അപ്പോൾ ഈ 100 കിലോ അരി വിൽക്കുന്ന ഒരു റേഷൻ കടക്കാരന്, അതായത് ഇപ്പോൾ നമ്മുടെ 700, 800, 1000 റേഷൻ കാർഡുകളൊക്കെ ഓരോ റേഷൻ കടകളിലും ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് ഉള്ള കടകളുണ്ട്. 250 കാർഡും 300 കാർഡും 400 കാർഡും ഒക്കെ ഉള്ള കടയുണ്ട്. ഇല്ല, മറ്റുള്ള കടകളെ അപേക്ഷിച്ച് ഈ 500 കാർഡിലൊക്കെ താഴെയുള്ള കടക്കാർക്ക് അവർക്ക് കമ്മീഷൻ ഇനത്തിൽ തുച്ഛമായ തുകയാണ് കിട്ടുന്നത്. ആ സ്ഥിതി വരുമ്പോൾ സ്വാഭാവികമായും ഈ വ്യവസായത്തിൽ നിലനിർത്തണമെന്ന് അവർ തീരുമാനിക്കും. അവർക്കത് വേണ്ടെന്ന് തോന്നും. പക്ഷെ കേരള സർക്കാർ മുൻകൈ എടുത്ത് അതിനെ ഒരു വിവിധോദ്ദേശ ഷോപ്പാക്കി മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ ATMകൾ കൊണ്ടുവരിക, അക്ഷയ കേന്ദ്രങ്ങൾ കൊണ്ടുവരിക, അവിടെ മാവേലി സ്റ്റോറുകളുടെ ഭാഗമായിട്ടുള്ള വിവിധ സ്റ്റോറുകളിലൊക്കെ വിൽക്കുന്ന മറ്റ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള ഇടയാക്കി മാറ്റുക. അങ്ങനെയെല്ലാം ആ സംവിധാനത്തെ വിപുലപ്പെടുത്താൻ കേരള സർക്കാർ ശ്രമിച്ചെങ്കിലും അത് ഗ്രാമത്തിലൊന്നും എല്ലാ ഭാഗത്തുനിന്നും അത് നിലനിൽക്കില്ല. ഇപ്പോൾ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, അപ്പോൾ വെള്ളക്കാർഡിനും നീലക്കാർഡിനും നിങ്ങൾ അരി കൊടുക്കണ്ടല്ല, അതെങ്ങനെ കൊടുക്കുന്നു എന്ന് ചോദിക്കും. ഈ വെള്ളക്കാർഡിനും നീലക്കാർഡിനും കേന്ദ്ര സർക്കാർ നമുക്ക് അരി നൽകുന്നില്ല, നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കേരള സർക്കാർ കൂടിയ വില കൊടുത്ത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് അരി മേടിച്ച് സബ്സിഡി ഇനത്തിൽ ഇവിടെ വിതരണം ചെയ്യാണ്. ഇവിടെ 2 രൂപക്കും 10 രൂപ 90 പൈസയ്ക്കും കൊടുക്കുന്ന അരി കേന്ദ്ര സർക്കാരിൽ നിന്ന് 21 രൂപ 25 രൂപയൊക്കെ വില കൊടുത്താണ് വാങ്ങുന്നത്. അതിൻ്റെ ഇവിടേക്ക് വരുന്ന കൂലിച്ചെലവും മറ്റെല്ലാം കൂട്ടിക്കഴിയുമ്പോൾ 10-30 രൂപയൊക്കെ ആവും. അങ്ങനെയുള്ള നഷ്ടം സഹിച്ച് ആണ് കേരള സർക്കാർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളക്കാർഡിനും നീലക്കാർഡിനും അരി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഇടക്കിടക്ക് നിന്ന് പോവും. കേന്ദ്രം പറയും നിങ്ങൾക്ക് അരി തരില്ല, വില തന്നാലും അരി തരില്ല. പല ഘട്ടങ്ങളിലും അങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അരി നമുക്ക് കിട്ടൂലേ, അത് എത്ര കാലം കിട്ടും, അത് കൊണ്ടെന്ന് വെച്ചാൽ തന്നെ വിൽപ്പന നടക്കുമോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ റേഷൻ കടക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ റേഷൻ കടക്കാർ ഈ കടകൾ നടത്തിക്കൊണ്ട് പോയാൽ അവർക്ക് ജീവിക്കാൻ കഴിയുന്ന ആവശ്യമായ വേതനം കിട്ടുമോ എന്ന ചോദ്യം അവർക്കുണ്ട്. ഈ ചോദ്യത്തിന്റെ അവസാന ചോദ്യത്തിൽ നിന്നാണ് മനോരമ ആദ്യം ഒരു ചോദ്യം ചോദിക്കുന്നത്. കേരളത്തിലെ റേഷൻ കടകൾ നിർത്താൻ പോവുകയാണ്, എന്താണ് അതിൻ്റെ പ്രത്യാഘാതം, കേരള സർക്കാരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന നിലയ്ക്ക് ഈ പറയേണ്ടത് മനോരമയുടെ ആണെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇത്രയും കൊല്ലം പിറകിലേക്ക് പോയി ഇതിൻ്റെ വസ്തുതകളൊക്കെ കൊണ്ടുവന്നിട്ട് വേണം മറുപടി പറയണമെങ്കിൽ. അപ്പോൾ മറുപടി ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്നതല്ല, വ്യക്തമായിട്ട് കിട്ടുന്നതാണ്. ഇതാണ് അതിൻ്റെ വ്യക്തമായ മറുപടി. ഇത് പറഞ്ഞുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം മനോരമയ്ക്ക് എന്ത് തന്നെ പറഞ്ഞാലും മനസ്സിലാവുക എന്ന് വെച്ചാൽ അത് മനോരമയല്ല, ഒരു പണത്തൊക്കെ മുമ്പിലാണ് മനസ്സിലാവാത്ത കാര്യങ്ങൾക്ക്. എന്തായാലും പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകമായി പറഞ്ഞതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.